ഈ നാടകത്തില് 3 ആക്ടേഴ്സ് കൂടി എൻ്റെ കൂടെയുണ്ട്. ഒന്ന് നന്ദന്റെയും ദേവികയുടെയും സഹപാഠികളായ ഇസബെല്ലയും കെവിനും, പിന്നെ DYSP ഐസക് കുരുവിള. ഞങ്ങൾക്ക് 4 പേർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇസബെല്ലയ്ക്ക് പണം, കെവിൻ അവന്റെ കമ്പനി വിപുലീകരിക്കൽ, ഐസക് കുരുവിളയ്ക്ക് അയാളുടെ കൂട്ടുകാരുടെ ചില കമ്പനി ആവശ്യങ്ങൾ, എനിക്കെന്റെ പ്രതികാരവും. അതിനുവേണ്ടി ഞങ്ങൾ 4 പേരും കൂടി ഒരുക്കിയ കെണിയില് അവൻ കുടുങ്ങി. കെവിൻ വളരെ കാലത്തിന് ശേഷം നന്ദന്റെയും ദേവികയുടെയും ഫ്രണ്ട് ആവുന്നതോടെയാ ഞങ്ങൾ ഒരുക്കിയ നാടകം തുടങ്ങുന്നത്. നാടകത്തിന്റെ പേര് ഓപ്പറേഷൻ ചന്ദ്രോത്ത്. നന്ദ, നമുക്ക് ഒരുമിച്ചൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാലോ? കൃത്യമായൊരു വ്യവസ്ഥ ഉണ്ടാക്കാം. തുല്യ ഷെയർ. നീ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. നാട്ടിലെ 3 ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നമ്മൾ പാർട്ട്നേഴ്സ്. എന്തു പറയുന്നു? പിന്നെ 2ാം ഘട്ടം, എന്നെ കൊല ചെയ്തതായിട്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്യൽ. നീ നന്ദനെ തല്ലിയോ? എന്താണോ നീ പറഞ്ഞത്? നിന്നെ നിന്റെ തള്ളയും പെണ്ണും പിള്ളയൊക്കെ തെണ്ടിക്കളഞ്ഞാൽ. ഈ രംഗങ്ങളെല്ലാം കൃത്യമായി കെവിന്റെ ആൾക്കാർ വീഡിയോ ആക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ നന്ദനെ പേടിയുടെ എക്സ്ട്രീമിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. നീ എന്നെ കൊല്ലാൻ വന്നതാ. മൂന്നാം ഘട്ടത്തിൽ DYSPയുടെ റോൾ ആരംഭിച്ചു. കണ്ടു നോക്ക്, നല്ല ഫിലിമാണ്. നാലാം ഘട്ടത്തിൽ ഇസബെല്ല എത്തി. ഇസബെല്ല? അതേടാ, ഇസബെല്ല ഋഷി കേസിൽ ഇടപെട്ട് നമ്മളെ രക്ഷിച്ചത്. ഇസബെല്ല കാരണമാ DYSP നമ്മളെ വിട്ടയച്ചതും. ഇസബെല്ലയ്ക്ക് 2-3 ലക്ഷങ്ങളുണ്ടായിരുന്നു. KK നായരുടെ പ്ലാന്റ് ആരംഭിക്കുക, DYSPക്ക് വേണ്ടി വീണ്ടും ചില കമ്പനി കാര്യങ്ങൾ സാധിപ്പിക്കുക, പിന്നെ ദേവികയിൽ നിന്ന് അകറ്റി നന്ദനെ അവളുടെ സ്വന്തമാക്കുക. കോളേജ് കാലത്ത് ഇസബെല്ലയ്ക്ക് നന്ദനോട് പ്രണയവും ആരാധനയ്ക്കായിരുന്നു. പക്ഷേ നന്ദൻ പ്രണയിച്ചത് ദേവികയാ. ആ പക വീട്ടാനും അവൾ ഇതാണ് അവസരമാക്കിയിരിക്കുന്നത്. അമ്മേ, ലോകത്താരും ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രതികാരമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രോത്തുകാർ ഇഞ്ചിഞ്ചായി കൊല്ലുക. ആ വീട്ടിലെ ബന്ധങ്ങൾ ആകെ ഉലഞ്ഞു കഴിഞ്ഞു. ദേവികയും സിദ്ധാർത്ഥനും തമ്മിൽ തെറ്റി. പ്രഭാവതി നന്ദനെ രക്ഷിക്കാൻ വേണ്ടി ദേവികയുടെ മേൽ സമ്മർദ്ദം നടത്തി അതിന്റെ കുഴപ്പങ്ങളിലായി. നന്ദനും ദേവികയാകുന്നു. ഇനി വൈകാതെ ഇസബെല്ല നന്ദനെ പൂർണ്ണമായും അവളുടേതാക്കി മാറ്റുകയും ചെയ്യും. വേണ്ട. എന്താമ്മേ? മോനെ, നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് മരവിച്ച് നിൽക്കുക. ഞാൻ നിന്നെ തിരിച്ചു കിട്ടിയ സന്തോഷത്തെക്കാൾ എന്തോ ഒരു പേടിയാ എന്റെ മനസ്സിൽ. മോനെ, എന്തായാലും ഇത്രയായി മതി. ഇതിവിടെ നിർത്താം. നമ്മളോട് കാണിച്ചതിന് ഈ രീതിയിൽ അവരനുഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനി വിട്ടേക്കാം. നിർത്താടാ ഇതൊക്കെ. നിർത്താനോ? അമ്മേ, കളികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഋഷി ആത്മാവായിട്ട് അവതരിച്ചിരിക്കുമല്ലേ. ഇനി പ്രേതാത്മാവാണ് കരുനീക്കങ്ങൾ നടത്താൻ പോകുന്നത്.
വേണ്ട മോനെ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു പ്രതികാരത്തിന്റെ പേര് ഇല്ലാണ്ടാക്കേണ്ടതല്ല നിന്റെ ജീവിതം. അതുമല്ല, നിന്നെ കാണാനില്ലെന്നറിഞ്ഞ് ദേവിക ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ നിന്നു. പ്രഭാവതിയും സിദ്ധാർത്ഥനും സഹതാപം കാണിക്കുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്തു. അവരൊക്കെ എന്തായാലും ഇത്രയൊക്കെ അനുഭവിച്ചു. അത് മതി. ഇല്ലമ്മേ, അനുഭവിച്ചാ പോരാ, അവരെല്ലാം അവസാനിക്കണം. എന്നാലേ എന്റെ ലീനയുടെ ജീവന് പകരമാവും.